നമസ്കാരം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കമിതാക്കൾ ചേർന്ന് കുഴിച്ചിട്ടുവെന്ന് സ്ഥിരീകരിച്ച പോലീസ്. സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ, മറ്റത്തൂർ നൂലുവള്ളി സ്വദേശിനി അനീഷ എന്നിവരെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവർക്കും 2 തവണയായി ജനിച്ച കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത്. ഇതിൽ ആദ്യ കുട്ടിയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് മൊഴി. എന്നാൽ രണ്ടാമത്തെ കുട്ടിയെ കൊന്ന് കുഴിച്ചിട്ടതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അസ്ഥികൾ കർമ്മം ചെയ്യാനായി ഇവർ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഭവിൻ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പൊടിഞ്ഞ അസ്ഥികളുമായി പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. അനീഷയുമായുള്ള ബന്ധത്തിൽ 2021-ലും 2024-ലും കുഞ്ഞുങ്ങളുണ്ടായതായി ഭവിൻ പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു. അനീഷയുമായി പിണങ്ങിയതാണ് ഇത് പുറത്തു പറയാൻ കാരണം. ഇവർ രണ്ടുപേരും 4 കൊല്ലം മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അടുത്തത്. അത് പ്രണയമായി വളർന്നു. ഇതിനിടെ അനീഷ ഗർഭിണിയായി. ആരും അറിയാതെ പ്രസവിച്ചു. ലാബ് ടെക്നീഷ്യനായിരുന്നു അനീഷ. വസ്ത്രങ്ങളും മറ്റും ധരിച്ചാണ് ഗർഭം മറച്ചത്. ഇതിനുശേഷം കുട്ടിയെ വീട്ടിനടുത്ത് കുഴിച്ചിട്ടു. വീണ്ടും ഭവിനുമായി ബന്ധം തുടരുകയായിരുന്നു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും കുട്ടിയുണ്ടായി. ആദ്യത്തേതുപോലെ തന്നെ രണ്ടാമത്തേതും ആൺകുട്ടിയായിരുന്നു. ഇതിനെ കൊന്ന് കുഴിച്ചു മൂടി. പ്രസവത്തിൽ മരിച്ച കുട്ടികളുടെ അസ്ഥികളാണ് കൈവശം എന്നത് ഭവിൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അനീഷയെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. 2020 മുതൽ ഫേസ്ബുക്ക് വഴിയാണ് അനീഷയുമായി ബന്ധപ്പെട്ടതെന്ന് ഭവിൻ പറഞ്ഞു. അനീഷ 2 ആൺകുട്ടികളെ പ്രസവിക്കുകയും കുട്ടികൾ മരിക്കുകയും ചെയ്തു. ആദ്യത്തെ പ്രസവം 2021 നവംബർ 6-ന് അനീഷയുടെ വീട്ടിലെ കുളിമുറിയിൽ ആയിരുന്നു നടന്നത്. കുട്ടി മരിച്ചപ്പോൾ അനീഷ തന്നെ വീട്ടുപറമ്പിൽ രഹസ്യമായി ജഡം കുഴിച്ചിടുകയായിരുന്നു. 8 മാസത്തിന് ശേഷം കുട്ടിയുടെ അസ്ഥികൾ ഭവിന് കൈമാറുകയും ചെയ്തു. വീണ്ടും അനീഷ ഗർഭിണിയാവുകയും 2024 ഏപ്രിൽ 29-ന് അനീഷയുടെ വീട്ടിൽ വെച്ച് ഒരു ആൺകുട്ടിയെ കൂടി പ്രസവിക്കുകയും ചെയ്യുകയായിരുന്നു. ആ കുഞ്ഞും തത്സമയം മരിക്കുകയും ജഡം ആമ്പല്ലൂരിലെത്തിച്ച ഭവിന് കൈമാറുകയും ചെയ്തു എന്നാണ് മൊഴി. എന്നാൽ ഈ കുട്ടിയെ കൊന്നതാണെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അമ്മയാണ് കുട്ടിയെ കൊന്നത്. ശ്വാസം മുട്ടിച്ചാണ് കൊന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഭവിന് പങ്കില്ല. എന്നാൽ ഈ കുട്ടിയെ ഭവിൻ വീടിൻ്റെ പുറകിൽ രഹസ്യമായി കുഴിച്ചു മൂടിയെന്നും ഇരുവരും മൊഴി നൽകിയിട്ടുണ്ട്. 2 കുട്ടികളുടെയും അസ്ഥികളുമായാണ് ഭവിൻ സ്റ്റേഷനിൽ ഹാജരായത്. കൊണ്ടുവന്നത് മനുഷ്യരുടെ അസ്ഥിയാണെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിക്കുകയായിരുന്നു. ഇനി DNA പരിശോധന അടക്കം നടത്തും. മരിച്ചത് ഭവിൻ്റെയും അനീഷയുടെയും കുട്ടികളാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്. സഞ്ചിയിൽ കുട്ടികളുടെ അസ്ഥികളുമായിട്ടാണ് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എത്തുന്നത്. ഇയാൾ നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ 3 വർഷം മുൻപാണ് സംഭവമെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ദോഷം തീർക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളുടെ അസ്ഥി സൂക്ഷിച്ചത്. കാമുകി തന്നിൽ നിന്ന് അകലുന്നു എന്ന സംശയത്തെ തുടർന്ന് കാമുകൻ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു.